ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഐശ്വര്യ. അപ്പോൾ ഇന്ന് ഞാൻ നെങ്കോമിൽ വന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഡെയിലി വെയർ ആയിട്ടുള്ള കളക്ഷൻസും അതോടൊപ്പം തന്നെ പാനൽ കട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എഗെയിൻ നമുക്ക് കുറച്ച് പീസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്നും കൂടി, പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ഒന്ന് രണ്ട് കളക്ഷൻസ് നമ്മൾ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ കളക്ഷൻസും ഒന്ന് കണ്ടു നോക്കാം. എല്ലാത്തിലും യോക്ക് വന്നിട്ടുള്ള സെയിം ആണ്. ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ള ഡിഫറൻസ് ആണ് മെയിൻലി വന്നിട്ടുള്ളത്. കളർ ചേഞ്ച് ആണ് കേട്ടോ. സെയിം പ്രിന്റിൽ തന്നെ പല പല ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പാനൽ കട്ടിന്റെ പ്രിന്റ്സ് ആൻഡ് കളേഴ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്രൗൺ ഷെയ്ഡ് ആണ് കേട്ടോ, ഇതുപോലെയാണ് വരുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ടോണിലാണ് വന്നിട്ടുള്ളത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ആണ്, ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ്. നെക്സ്റ്റ് വൺ ഒരു ബോട്ടിൽ ഗ്രീൻ. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ കളേഴ്സ് എന്ന് പറയുന്നത്. എല്ലാം ബ്യൂട്ടിഫുൾ ആണ്, ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ഓപ്പൺ വ്യൂ വരുന്നത്. ഭയങ്കര ഭംഗിയുള്ള ഒരു കളക്ഷനാണ്, നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്ഷനാണ് ഇത്. നമ്മൾ ഷോപ്പിൽ സാമ്പിൾ പീസ് എടുത്തപ്പോൾ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടമായി എടുത്തിട്ട് പോവാണ്. അത്രയധികം ഫിറ്റിംഗ് ഒരു രക്ഷയില്ല. എല്ലാവരും ഫിറ്റിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരം. ഇതാണ് നമ്മുടെ പാനൽ കട്ടിന്റെ വ്യൂ എന്ന് പറയുന്നത്. പാനൽ കട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. ഇച്ചിരി വണ്ണമുള്ളവർക്കാണെങ്കിലും പാനൽ കട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒതുങ്ങി കിടക്കും, ഭയങ്കര ഷേപ്പിന് കിടക്കും. ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറയാനായിട്ട് പാനൽ കട്ടാണ് വരിക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കളക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ഓപ്പൺ വ്യൂ. എന്താ പറയുക, ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് 18 പീസ് പാനൽസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു കുർത്തിന്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ ഷെയ്ഡിലുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യോക്ക് പോർഷനിൽ വന്നിട്ടുള്ള വോക്കാണ്. അത്യാവശ്യം നല്ല തിക്കാക്കിയിട്ടുള്ള ഒരു വോക്ക് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രയധികം തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വോക്ക് ആണെന്നുള്ളത്. ഈ ഒരു യോക്ക് പോർഷനിൽ ഒരു ബ്ലൂ കളർ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് അജ്രക്കിന്റെ തന്നെ പ്രിന്റ് ആണ് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ സ്ലീവ്സ് ഒന്ന് കണ്ടു നോക്കാം. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. എൻ പാർട്ടിൽ ഇതേ സെയിം ഒരു ബ്ലൂ ടോൺ തന്നെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ബാക്ക് വ്യൂ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര സിമ്പിൾ ആണ്. ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ആണ്, ഇതുപോലെയാണ് വരുന്നത്. ഫിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയധികം ആ ഒരു പെർഫെക്ഷനിലാണ് ചെയ്തിട്ടുള്ളതെന്ന്. ഭയങ്കര രസമാണ്. ഒരു എന്താ പറയുക, ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് അല്ല, പക്ഷേ ഭയങ്കര രസമാണ് ഈ ഒരു പാറ്റേൺ, ഇങ്ങനെ ഒരു നെക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ പാനൽ കട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പാനൽ കട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ തന്നെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു പ്രിന്റ് ആണ്, നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ്. ഇതുപോലെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ. ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഇത്രയധികമാണ് വരുന്നത്. താഴെ ഉള്ള പോർഷനിലായിട്ട് ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ യോക്കാണ് മെയിൻ ഹൈലൈറ്റ്. ഇതുവരെ ചെയ്തതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വോക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വരിക. സ്ലീവിന്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ബ്ലൂ ടോണിൽ വന്നിട്ടുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. സെയിം ബോർഡർ തന്നെയാണ് യോക്കിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാനൽ കട്ടിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ഭംഗിയുള്ള ഡെയിലി വെയർ ആയിട്ടും ഈവൻ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നെക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഫിറ്റിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയധികം ഷേപ്പിനാണ് കിടക്കുന്നത് എന്നുള്ള. പ്രത്യേകിച്ച് ഓൾട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. മീഡിയം സൈസാണ് വെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. താഴത്തെ പോർഷനിലായിട്ട് ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫുൾ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലൂ യോക്ക് കൊടുത്തിട്ട് അതിൽ ഫുൾ ഹാൻഡ് വോക്ക് ആണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഫിറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ലാത്തത്. എന്തായാലും മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു ബോർഡർ എടുത്തിട്ടുണ്ട്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന നേരെ ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് ബാക്ക് വ്യൂ വരുന്നത്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ ഇതുപോലെയാണ് വരുന്നത്, ബോട്ടിൽ ഗ്രീനിന്റെ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത്. ബ്രൗൺ ഷെയ്ഡാണ് വരിക. ഇതുപോലെയാണ് ഓപ്പൺ വ്യൂ വരുന്നത്. ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഇത്രയധികം പാനൽസ് ആണ് വന്നിട്ടുള്ളത്. താഴത്തെ പാർട്ടിലായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു യോക്ക് പോർഷൻ ആസ് യൂഷ്വൽ ബ്ലൂ യോക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക്. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. എൻഡ് പാർട്ടിലും സെയിം ഈ ഒരു ബ്ലൂ ടോണിലുള്ളൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ. ഈ ഒരു ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് ബാക്ക് വ്യൂ വരുന്നത്. അപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ള വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇത്രയും കളക്ഷൻസിൽ ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ള ഷെയ്ഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മീഡിയം മുതൽ 3XL സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ലിമിറ്റഡ് സ്റ്റോക്കാണ് വരിക. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, പേഴ്സണലി പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കാൻ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഐശ്വര്യ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്, നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടായിരുന്നാലും ഈ ഒരു പാറ്റേൺ ചെയ്താലും എപ്പോഴും റീസ്റ്റോക്ക് വരുമോ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഹക്കോബയിൽ സ്ലിറ്റ് വന്നിട്ട് അതിൽ മിറവൊക്കെ ചെയ്തിട്ടുള്ള കുർത്തീസ്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു പാറ്റേണുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 3 ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ബ്ലാക്ക് തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്കിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ് വന്നിട്ടുള്ളത്. സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്. കോട്ടൺ ആണ് കേട്ടോ. ഫാബ്രിക്കും ലൈനിങ്ങും എല്ലാം കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹക്കോബ പൊതുവേ നമുക്ക് ഷേപ്പ് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വേറെ ആയിട്ടുള്ളത് നല്ല ഷേപ്പ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ സ്റ്റിച്ച് ചെയ്തല്ല, ഓൾറെഡി നമുക്ക് നല്ല ഷേപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അത്യാവശ്യം വണ്ണം ഉള്ളവർ അല്ലെങ്കിൽ വയറിൻ്റെ പോർഷനൊക്കെ ഉള്ളവരാണെങ്കിൽ മീഡിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഈ ഒരു യോക്ക് പോർഷനാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത്രയധികം തിക്കാക്കിയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ആണ് നമ്മുടെ ഈ ഒരു യോക്ക് പോർഷനിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിൽ ഇതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹക്കോബേന്റെ വ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ഫുൾ വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വേറെ ആയിട്ടുള്ള വ്യൂ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മീഡിയം സൈസാണ് ഞാൻ വേറെ ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളും സൈസ് മീഡിയം എടുക്കുന്നവരാണ്, അത്യാവശ്യം ഈ ഒരു പോർഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലാർജ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നേരെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത്. കോട്ടൺ ആണ് ഫാബ്രിക്. കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യോക്ക് പോർഷനിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മിറ വോക്കും കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വോക്കും ആണ് വരുന്നത്. നെക്ക് വന്നിട്ട് വൈഡ് വി ആണ്. പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് സ്ലീവും കൂടെ നോക്കാം. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. അപ്പോൾ അടിപൊളി ഒരു പാറ്റേൺ ആണ്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറെ ആയിട്ടുള്ള സൈസ് മീഡിയം ആണ്, കാണിച്ച സൈസ് ലാർജ് ആണ്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ടുള്ള കളറിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. നല്ലൊരു ബ്ലൂ ആണ്. നമ്മുടെ ഈ ഒരു യോക്ക് പോർഷനിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു വോക്കാണ്. സൈഡ് സ്ലിറ്റ് വിത്ത് ലൈനിങ്. നമുക്ക് ഈ ഒരു പാറ്റേൺ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്. പിന്നെന്താ പറയാ, അക്കോബയാണ്. പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക്കും ലൈനിങ്ങും എല്ലാം. യോക്ക് പോർഷൻ നല്ല തിക്കായിട്ടുള്ള വോക്കാണ്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡ് പാർട്ടിൽ ഇതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. യോക്കിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറെ ആയിട്ടുള്ള വ്യൂ ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കുവാണ്. ഇതാണ് ഞാൻ വേറെ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ്. നമുക്ക് ഇതെല്ലാം റെഡി ടു ഡെസ്പാച്ച് കളക്ഷൻ ആണ്. സൈഡ് സ്ലിറ്റ് ആണ്. എപ്പോഴും ട്രെൻഡ് ഔട്ട് ആവാത്ത പാറ്റേൺ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കാൻ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കളക്ഷനുമായിട്ടാണ്. നല്ല ഭംഗിയുള്ള 2 ഷെയ്ഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഒക്കെ എടുത്ത് പറയേണ്ടതുണ്ട്. നല്ലൊരു ഫിറ്റിംഗിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്, മിസ് ചെയ്യേണ്ട. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെയാണ് വരുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത്. പ്യുർ കോട്ടൺ ആണ് ലൈനിങ് വരുന്നത്. ഈ ഒരു യോക്ക് പോർഷനാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും കട്ട് ബീഡ്സ് കൊടുത്തിട്ടാണ്. ഇതാണ് വോക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം തിക്കായിട്ടുള്ള വോക്കാണ്.
നെക്കൊക്കെ വന്നിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷെ സീ ത്രൂ ആയിട്ടുള്ള സ്ലീവ് അല്ല. നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ്. ഇതുപോലെയാണ് വരുന്നത് ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറെ ഇതിട്ടുള്ള സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആണ്, നല്ല ഷേപ്പ് ചെയ്ത പോലെ തന്നെ കിടപ്പുണ്ട്. ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ തന്നെ അടുത്ത ഷെയ്ഡിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത് വിത്ത് പ്യോർ കോട്ടൺ ലൈനിങ്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്, പക്ഷെ സീ ത്രൂ ആയിട്ടുള്ള സ്ലീവ് അല്ല. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ്. 890 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 2 ഷെയ്ഡ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, പേഴ്സണലി പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോന്റെ ഏതൊക്കെ ഷെയ്ഡ്സ് ഉണ്ടെന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ കുർത്തിന്റെ വ്യൂ വരുന്നത്. 47 ലെങ്ത് ഉണ്ട്. എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. വിത്ത് പോക്കറ്റ് ആണ്. പിന്നെ ഇതുപോലെ ഒരു കോളർ നെക്ക് പാറ്റേൺ ആണ്. സെന്റർ പാർട്ടിലായിട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. ഫുൾ പ്രിന്റഡ് കുർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻ പാർട്ടിൽ ബോർഡർ വന്നിട്ടുണ്ട്. സെയിം ബോർഡർ ആണ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറെ ചെയ്തിട്ടുള്ള വ്യൂ ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെയാണ് വരുന്നത് ഫുൾ വ്യൂ. വിത്ത് പോക്കറ്റ് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഈ ഒരു പാറ്റേൺ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഹാഫ് പോർഷൻ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായാൽ നേരെ ഈ ഒരു പാറ്റേണിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഓപ്പൺ വ്യൂ വരുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. എ ലൈൻ കട്ടാണ്. ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്താ പറയുക, ഇതൊരു ഒരു 3 പീസ് പാനൽ കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ പാർട്ടിലായിട്ട് ഇതുപോലെ ബട്ടണും നെക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഫിറ്റിംഗ് ആണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ വിത്ത് പോക്കറ്റോട് കൂടിയാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. സൈഡ് പോക്കറ്റ് ഉണ്ട്. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. എൻ പാർട്ടിൽ ഇതുപോലെ തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്ലാസി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു സീ ഗ്രീൻ ഷെയ്ഡാണ്. എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. വിത്ത് പോക്കറ്റ് ആണ്. ഈ ഒരു ടൈപ്പിലുള്ള നെക്കാണ്. സെൻട്രൽ പാർട്ടിലായിട്ട് ബട്ടൺസ് ആണ് ഫുൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, ചെറിയൊരു ഓപ്പണിങ്ങും താഴത്തെ പോർഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാറ്റേണിന്റെ സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. എൻ പാർട്ടിൽ ഇതുപോലെ തന്നെ എന്താ പറയാ ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഫ്രണ്ട് വ്യൂ വരിക. ഇനി നമുക്ക് നേരെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറെ ചെയ്തിട്ടുള്ള വ്യൂ കൂടെ ഒന്ന് കാണാം. ഇതുപോലെയാണ് വരുന്നത്. ഹാഫ് പോർഷനിലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ലൈനിങ് കൊടുത്തിട്ടില്ല, കാരണം ലൈനിങ്ങിന്റെ ആവശ്യമില്ല. സീ ത്രൂ ആയിട്ടുള്ള ഫാബ്രിക് അല്ല. ഭയങ്കര സുഖമാണ് ഇടാനായിട്ട്. എ ലൈൻ കട്ടാണ്. പിന്നെ വിത്ത് പോക്കറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് പ്രകാരമാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞു. അപ്പൊ ആ ഒരു സജഷനിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺസ് ഒക്കെ ഇപ്പൊ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള പാറ്റേൺ നമ്മൾ നോർമലി അജ്രക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് കളക്ഷൻസ് ആണ് എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇന്നിപ്പോ വളരെ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു പാറ്റേണുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിൽ ടോട്ടൽ 2 ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ, എന്നാൽ ഹാൻഡ് വർക്കും ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ് 2 ഷെയ്ഡ്സ് എന്നും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നേരെ ക്ലോസ് ആ വ്യൂയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പൺ വ്യൂ വരുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നെക്കിന്റെ ഈ പാർട്ടിലായിട്ട് 2 ബോർഡേഴ്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോർഡർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയധികം തിക്കാക്കിയിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു പാറ്റേണിന്റെ സ്ലീവ് പോർഷൻ ഒന്ന് കാണാം. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് നേവി ആണ് ഷെയ്ഡ്. ഇങ്ങനെയാണ് ഓപ്പൺ വ്യൂ വരുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. എ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഇത്രയധികമാണ് വരുന്നത്. ഭയങ്കര നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. പിന്നെ സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വ്യൂ. ഫുൾ വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫുൾ വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. 2ഉം പാറ്റേണും അടിപൊളിയാണ്. ഇവിടെ കുഞ്ഞു ഗ്യാതറിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് ബാക്ക് വ്യൂ വരുന്നത്.
ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ടോട്ടൽ 2 ഷെയ്ഡ്സ് ആണുള്ളത്. 2 ബെസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. വളരെ അഫോർഡബിൾ റേഞ്ചിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മീഡിയം മുതൽ 3XL സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട്, പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത് പാനൽ കട്ടിന്റെ കളക്ഷനുമായിട്ടാണ്. 1590 വരുന്ന പാനൽ കട്ട് നമ്മൾ ഒരു ഓഫർ റേറ്റിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ റേറ്റിലായിട്ട് 1190 ആണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. വളരെ ഒരു ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് മുന്നിൽ കിട്ടുന്നത്. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതിൽ തന്നെ ടോട്ടൽ നമുക്ക് 4 ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഈ വേറെ ആയിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഞാനൊരു ജസ്റ്റ് ഒന്ന് പറയുവാണ്, പാനൽ കട്ടിന്റെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ കട്ട് പൊതുവെ എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. പിന്നെ വണ്ണമുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു പാറ്റേൺ ആണ് പാനൽ കട്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. അപ്പോൾ നേരെ നമുക്ക് ഏതൊക്കെ ഷെയ്ഡ്സ് ഉണ്ടെന്നുള്ളത് കണ്ടു നോക്കാം. യോക്ക് എല്ലാത്തിൻ്റെയും സെയിം ആണ് വരുന്നത്. പ്രിന്റിൽ വരുന്ന ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ പാനൽ കട്ടിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 18 പീസ് പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ എന്ന് പറയുന്നത്. ഒരു സിൽക്ക് ഫാബ്രിക് കൊടുത്തിട്ട് അതിൽ ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ടൊരു ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ പാനൽ കട്ടിൻ്റെ ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഇത്രയധികമാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഒതുങ്ങി കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഈ ഒരു പാറ്റേണിൻ്റെ സ്ലീവ്സ് ഒന്ന് കണ്ടതിന് ശേഷം ഫുൾ വ്യൂയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സ്ലീവ് പാർട്ട് എന്ന് പറയുന്നത്. ഹാൻഡിൽ ഇതേ സെയിം ബോർഡർ തന്നെ നമ്മൾ സ്ലീവ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം യോക്കിൽ കൊടുത്തിട്ടുള്ള ഫാബ്രിക്. ഇതാണ് നമ്മുടെ ഫാബ്രിക്കിന്റെ വ്യൂ. ഇനി നമുക്ക് നേരെ ഈ ഒരു പാറ്റേണിന്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫുൾ വ്യൂ വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. എല്ലാ ഒക്കേഷൻസിനും ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ. ഇനി നമുക്ക് നേരെ ഈ ഒരു പാനൽ കട്ടിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. മീഡിയം സൈസാണ് വെയർ ചെയ്തിട്ടുള്ള. ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ 18 പീസും ഫുൾ ലോക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പാറ്റേൺ തന്നെ അടുത്ത കളർ ചേഞ്ചിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ ഈ ഒരു പാറ്റേൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഈ യോക്കൊക്കെ എന്തൊരു ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഈ ഒരു പ്രൈസിന് ശരിക്കും ഇത്രയും ഹാൻഡ് വർക്ക് ശരിക്കും പറയാതിരിക്കാൻ വയ്യ. അവർ ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്ന ഒരു വോക്കാണ് കേട്ടോ. ശരിക്കും അവരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു വോക്ക് എന്ന് പറയുന്നത്. എത്ര സമയം ഇരുന്നിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ യൂണിറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ശരിക്കും ഇടാം കേട്ടോ. ഭയങ്കര പാവം തോന്നും ഇത്രയും സമയം എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ. നല്ല തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫുൾ വ്യൂ വരുന്നത്. എന്താ പറയുക, 18 പീസ് പാനലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ. സ്ലീവ്സ് ഒന്ന് കണ്ടു നോക്കാം. സ്ലീവ് 3/4 സ്ലീവ് ആണ്. എൻഡ് പാർട്ടിൽ സെയിം ബോർഡർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാനലിന്റെ ഫുൾ വ്യൂ. ഇതുപോലെയാണ് വരുന്നത്. ജസ്റ്റ് ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് പാനലിന്റെ ബാക്ക് വ്യൂ. ജസ്റ്റ് ഞാൻ ഇതിനകത്ത് ലോക്ക് ചെയ്തിരിക്കുന്നതും കൂടെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും ഈ കുട്ടി ഇതെന്താണ് കാണിക്കുന്നതെന്നൊക്കെ. പക്ഷെ ഒരുപാട് നമ്മുടെ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഏറ്റവും അധികം നമ്മളെ മേടിക്കുന്നത് നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്ഷനിലുള്ള പാനൽസ് ആണ്. ഇതാണ് നമ്മുടെ പാനൽ കട്ടിന്റെ വ്യൂ എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയധികം ലോക്കിംഗ് ഉണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാനലിന്റെ വ്യൂ എന്ന് പറയുന്നത്. എല്ലാം നല്ല ലോക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഫിനിഷിംഗ് ആണ്, സ്റ്റിച്ചിങ് ആണ്. നമ്മുടെ ഇവിടുത്തെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടം ആ ഒരു ഫിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നേരെ ഇന്നത്തെ വീഡിയോയിലെ അടുത്ത കളർ ചേഞ്ചിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ബേസ് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ. എന്താ പറയുക, പാനൽ കട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. താഴെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം പാച്ചാണ് താഴത്തെ ബോർഡറും സ്ലീവ്സും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനാണ് ഈ ഒരു എന്താ പറയുന്ന പാനൽ കട്ടിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ ഇതാണ്. പിന്നെ സ്ലീവ് 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിൽ വന്നിട്ടുള്ള ബോർഡറും യോക്കിൽ വന്നിട്ടുള്ള ബോർഡറും സെയിം തന്നെയാണ്. താഴെയും സെയിം ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു പാനൽ കട്ടിൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്, നമ്മൾ എപ്പോഴും ചെയ്യാത്തൊരു കളറാണ്. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വേറെ ചെയ്തിട്ടുള്ള വ്യൂ ഒന്ന് കാണിക്കാം.
അപ്പോൾ ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര കംഫർട്ടബിളി വെയർ ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ ഒക്കെ ഈ ഒരു പാനൽ കട്ട് ഭയങ്കര രസമായിരിക്കും. ഫിറ്റാണ്, ഒരു രക്ഷയില്ലാത്തത്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. റെഡി ടു ഡെസ്പാച്ച് കളക്ഷൻ മീഡിയം മുതൽ 3XL സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത കളർ ചേഞ്ചിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ടുള്ള കളർ ചേഞ്ച് എന്ന് പറയുന്നത്. ബ്ലൂ ഷെയ്ഡാണ്. നമുക്ക് ഈ ഒരു ഷെയ്ഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. എന്താ പറയുക, ഈ യോക്ക് പോർഷനാണ് മെയിൻ ഹൈലൈറ്റ്. ഇതാണ് ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 18 പീസ് പാനൽ കട്ടാണ്. ഈ ഒരു പാനൽ കട്ടിൻ്റെ താഴെയും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ. പിന്നെ സ്ലീവ് നമുക്ക് നോക്കാം. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൽ സെയിം ബോർഡർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളി കോമ്പിനേഷനാണ്. ജസ്റ്റ് ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ബാക്ക് വ്യൂ വരിക. ഒന്നും കൂടെ ഒന്ന് ഫ്രണ്ട് വ്യൂ കാണാം. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാം നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേണുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കോൺസെപ്റ്റാണ്. ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ ആണ്. സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ പാറ്റേണിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ് ആണ്. കാരണം സീത്രോ ആയിട്ടുള്ള ഫാബ്രിക് അല്ല, പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലൊരു സിമ്പിൾ പാച്ച് കൊടുത്തിട്ടുള്ളൊരു കുർത്തിയാണ്. ഈ ഒരു പാറ്റേൺ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരു കോളർ നെക്ക് ആണ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻഡ് പാർട്ടിലായിട്ട് ഈ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടി ഈ ഒരു പാറ്റേണിന്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് ഫുൾ വ്യൂ വരുന്നത്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നേരെ ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ. അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന വ്യൂ എന്ന് പറയുന്നത്. നെക്ക് ഈ ഒരു ലെങ്ത്തിലാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര അധികം ഷേപ്പിലാണ് കിടക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഓൾട്രേഷന് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വെയർ ചെയ്തിട്ടുള്ള സൈസ് മീഡിയം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ എന്ന് പറയുന്നത് ഒന്ന് എന്താ പറയുക, ഒന്ന് പഞ്ച് ചെയ്ത പോലെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാർട്ടിലായിട്ട് ടസറിൻ്റെ ബോർഡർ കൊടുത്തിട്ടാണ് ഈ ഒരു നെക്ക് പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ. അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന നേരെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ്. സൈഡ് സ്ലിറ്റ് ആണ്. എന്താ പറയുക, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നെക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ബോർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് എന്ന് പറയുന്നത് 3/4 സ്ലീവ് ആണ്. എൻഡ് പാർട്ടിൽ ഇതുപോലെ തന്നെ ടസറിന്റെ ബോർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്ക് വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കാണിക്കുന്നതെന്നും വേറെ ഇത് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് മീഡിയം സൈസാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേണിൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ്. പിന്നെ ഈ ഒരു പാർട്ടിലായിട്ട് മെയിൻലി കൊടുത്തിട്ടുള്ളത് ടസറിൻ്റെ ഒരു പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നെക്ക് പാർട്ട് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഇത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റി ഫ്ലവറിൻ്റെ പഞ്ച് ചെയ്തിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോസ് വ്യൂ. അപ്പോൾ നേരെ ഈ ഒരു പാറ്റേണിൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ടോപ്പ് വിത്തൗട്ട് ലൈനിങ് ആണ്. പക്ഷേ സീത്രോ ആയിട്ടുള്ള ഫാബ്രിക് അല്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ സ്ലീവ്സ് ഒന്ന് നോക്കാം. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. എൻഡ് പോർഷനിലായിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു ടസറിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു പാറ്റേണിന്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേണിന്റെ ഫുൾ വ്യൂ. നേരെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള പാറ്റേൺ. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ ക്ലോസ് വ്യൂയിലേക്ക് പോകും. ഇതുപോലെയാണ് നമ്മുടെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെ റൗണ്ട് വി ആണ് നെക്ക് വരുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് അത്യാവശ്യം വളരെ തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ്സും മിറർ വർക്കും അതുപോലെ തന്നെ കുഞ്ഞു ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ഫ്ലവർ ഡിസൈൻസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം വളരെ തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ്. ഒരു പാർട്ടി വെയർ കളക്ഷൻ. അപ്പോൾ നേരെ ഈ ഒരു പാറ്റേൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ് കാണാനായിട്ട്. ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്. പിന്നെ ഫാബ്രിക് വന്നിട്ട് സിൽക്കി ഫാബ്രിക് ആണ്. ഈ ഒരു പാർട്ടിലായിട്ടാണ് മെയിൻലി വർക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ സ്ലീവ്സ് ഒന്ന് കണ്ടു നോക്കാം. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. പക്ഷെ സീത്രോ ആയിട്ടുള്ള സ്ലീവ് അല്ല. കുർത്തി വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ. നേരെ ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ.
അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. മീഡിയം മുതൽ 3XL സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. റെഡി ടു ഡെസ്പാച്ച് കളക്ഷൻസ് ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ റയോണിൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു A-ലൈൻ കട്ടും പ്ലസ് നമ്മുടെ ഈ യോക്ക് പോർഷൻ എന്ന് പറയുന്ന ഒരു ബനാറസി പാച്ച് കൊടുത്തിട്ട് അതിൽ വന്നിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പാറ്റേണിന്റെ ക്ലോസ് വ്യൂ വരുന്നത്. ഫുൾ നല്ല എന്താ പറയുക കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വോക്കാണ് വരുന്നത്. പ്ലസ് മിറർ വർക്ക് ഉണ്ട്. പിന്നെ കുഞ്ഞ് ഫ്ലവർ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. നെക്കിൽ വന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും പൈപ്പിംഗ് കൊടുത്തിട്ടാണ്. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷൻ ആണ് മസ്റ്റർഡ് യെല്ലോ ആൻഡ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ഷെയ്ഡ് ഏതാണ് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. ഫുൾ എന്താ പറയുക മൾട്ടി ഷെയ്ഡിൽ വന്നിട്ടുള്ള കട്ട്ലീസും മിറർ വർക്കും സീക്വൻസ് വർക്കും ലീഫി ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര അധികം തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണെന്നുള്ളത്. പിന്നെ ഈ ഒരു അജ്രക്കിന്റെ പാച്ച് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അജ്രക്കിന്റെ പാച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് അടിപൊളി കോമ്പിനേഷനാണ്. നല്ല മൾട്ടി കളർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ്. അപ്പോൾ നേരെ ഈ ഒരു പാറ്റേൺ ഓപ്പൺ വ്യൂയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. പാനൽ കട്ടിന്റെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് പറയാം. എപ്പോഴും എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര കംഫർട്ടബിളി വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് പാനൽ കട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഒതുങ്ങി കിടക്കും. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ്. നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ്. ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ്. വർക്ക് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഓരോരോ പാനൽസിന്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും എത്രയധികം ഭംഗിയുണ്ടെന്നുള്ളത്. പിന്നെ ഫാബ്രിക് വന്നിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒതുങ്ങി കിടക്കും നമ്മുടെ ഷേപ്പിന് തന്നെ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേണിന്റെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു അജ്രക്കിന്റെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അജ്രക്കിന് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ ഒരു പാറ്റേണിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ പാനൽസ് എന്ന് പറയുന്ന 18 പീസ് ആയിരിക്കും. ജസ്റ്റ് ഇനി ഈ ഒരു പാനൽ കട്ടിന്റെ ഡീറ്റെയിൽ വ്യൂ കൂടെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ബാക്ക് വ്യൂ വരുന്നത്. ഇന്നർ വ്യൂ വരുന്നത് ഇതുപോലെ ഇത്രയധികം പാനൽസ് ലോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പാനൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഭംഗിയുള്ള ഒരു കളക്ഷനാണ്. ഇത്രയും ലോക്കിംഗ് ഒക്കെ വരുമ്പം നമ്മുടെ ഷേപ്പിനെ തന്നെ ഒതുങ്ങി കിടക്കും. അപ്പോൾ ഇതാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ. മീഡിയം സൈസാണ് വെയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ലൊരു ഡാർക്ക് നേവിയാണ് ടോൺ വരുന്നത്. പിന്നെ ഈ ഒരു യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ള അജ്രക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതിൽ വളരെ തിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കട്ട് ബീഡ്സും മിറർ വർക്കും സീക്വൻസ് വർക്കും ലീഫി ഡിസൈനും ഒക്കെ വന്നിട്ടുള്ളൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഫാബ്രിക് വന്നിട്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് പോർഷൻ. സ്ലീവിന് എൻ പാർട്ടിലെ സെയിം അജ്രക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. 2 ഷെയ്ഡ്സ് ആണുള്ളത്. മീഡിയം മുതൽ 3XL സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. താഴെ കാണിക്കാൻ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ ക്ലോസ് വ്യൂയിലേക്ക് പോകാം. ഇതുപോലെയാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ക്ലോസ് വ്യൂ വരുന്നത്. എന്താ പറയുക നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ജോർജറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാനൽ കട്ട് ചെയ്തിട്ടുള്ളത്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു യോക്ക് പോർഷൻ ആണ്. അജ്രക്കിന്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കട്ട് ബീഡ്സും സീക്വൻസും അതോടൊപ്പം തന്നെ മിറർ വർക്കും ഒക്കെ വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക നല്ല പോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കോമ്പിനേഷനും ഭയങ്കര നല്ലതാണ്. ഇങ്ങനെയാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ഓപ്പൺ വ്യൂ വരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയധികം ഷേപ്പിനാണ് ഈ ഒരു പാറ്റേൺ കിടക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 48 ലെങ്ത് ആണ് വരുന്നത്. പാനൽ കട്ടാണ്. ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഭയങ്കര ഒതുങ്ങി കിടക്കുന്ന പാറ്റേൺ ആണ്. മസ്റ്റ് ട്രൈ അല്ലെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു പാനൽ കട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഈ ഒരു പാനൽ കട്ട്. ഈ ഒരു യോക്ക് പോർഷനിൽ അത്യാവശ്യം നല്ല തിക്കാക്കിയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ പാനൽ കട്ടിന്റെ
കട്ടിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ഭംഗിയാണ്, മെസ്സിയുണ്ട്, അടിപൊളിയാണ്. ഇനി ഈ ഒരു പാനൽ കട്ടിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വെയർ ചെയ്തിട്ടുള്ള വ്യൂ ഇതുപോലെയാണ് വരുന്നത്. മീഡിയം സൈസാണ് വെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഷേപ്പ് ചെയ്ത പോലെ തന്നെ കിടപ്പുണ്ട്. അത്രയധികം നല്ല ഫിറ്റിംഗ് ആണ്. മെയിൻ ഫിറ്റിംഗ് ആണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മീഡിയം മുതൽ 3XL സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഷോപ്പിലും അവൈലബിൾ ആണ്. റെഡി ടു ഡെസ്പാച്ച് കളക്ഷൻ ആണ്. അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട്, പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കാൻ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.